മോനെ അബൂ ഹുറൈറ, ഭക്ഷണം കൊടുക്കും, അത് വലിയ ഗുണമാണ്. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കണം നമ്മളെ കാരണം കൊണ്ട്. നമ്മുടെ ഭക്ഷണം വേറൊരാൾ കഴിച്ചാൽ, നമ്മുടെ ഭക്ഷണം കഴിച്ച ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ നമ്മളും സ്വർഗത്തിലായിരിക്കും. അങ്ങനെയുണ്ട് ഇസ്ലാമിൽ. നമ്മുടെ ഭക്ഷണം കഴിച്ച ഏതെങ്കിലും ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ അവരുടെ ശഫാഅത്തിലൂടെ നമുക്കും സ്വർഗത്തിലെത്താം. അതുകൊണ്ടല്ലേ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇത്രമേൽ സ്ഥാപനത്തിന്റെ മുത്തഅല്ലിമീങ്ങളൊക്കെ തക്കാഫുൽ ഏറ്റെടുക്കുന്നത് വെറുതെയാണോ? അവര് ഓരോ ഇടങ്ങളിലും നിങ്ങൾ പോയി നോക്കി അവർ ഓരോ സ്ഥാപനത്തിലേക്ക് ഓരോ റിയാലോ അല്ലെങ്കിൽ ഓരോ ദിർഹമോ അല്ലെങ്കിൽ ഓരോ ദീനാറോ അവർ കൊടുക്കുന്നതിന്റെ കാരണം എന്താ? ഇൽമിന്റെ അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹത്വം അവർ പഠിച്ചതുകൊണ്ടാണ്. ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ. സ്വർഗ്ഗത്തിൽ ഉള്ള കൊട്ടാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നവർക്കുള്ള കൊട്ടാരം. അത് വലിയ ഇബാദത്താണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറിയപ്പെടുന്ന ഒരു പേര് അബൂ വൈഫാൻ എന്നാണ്, അതിഥികളുടെ ഉപ്പ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എപ്പം ഫുഡ് പാചകം ചെയ്താലും ചുറ്റുവട്ടം ഒന്ന് സഞ്ചരിക്കും, ആരെങ്കിലും കിട്ടോ നോക്കാൻ, ഒരാളെ അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ. ഒരതിഥി നമ്മളെ വീട്ടിലെത്തിയാൽ ആയിരക്കണക്കിന് ബർക്കത്ത് നമ്മളെ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ കരയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദ് എന്തിനാ കരയണത്? തഹ്ദീബുൽ അസ്റാർ എന്ന കിതാബിൽ കാണാം. അതിന് അലി റളിയല്ലാഹുവിന്റെ മറുപടി, ഒരാഴ്ചയായിട്ട് എൻ്റെ വീട്ടിൽ ആരും അതിഥികളില്ല, അള്ളാഹ്ക്ക് എന്തോ എന്നോട് ഇഷ്ടം കുറഞ്ഞു പോയോ, ഒരു പേടി വന്നുപോയി. അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളാണ് നമ്മളെ ഭക്ഷണം വേറൊരാളെ വയറ്റിലെത്തിക്കാന്ന് പറഞ്ഞു. മഹ്ശറിൽ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരൊക്കെ സൊഫായിട്ട് നിൽക്കും. അപ്പൊ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു, നിങ്ങൾ നരകത്തിലും? അതെ, എന്ത്? ഞാൻ കുറേ തെറ്റൊക്കെ ചെയ്തു പോയി. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ടോന്നോ? പരിചയമുണ്ടോ? എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് കുറേ ഭക്ഷണമൊക്കെ തന്നെ. അതെ. ഇല്ല, നിങ്ങൾ എന്നിട്ടും നരകത്തിൽ കുറേ തെറ്റൊക്കെ വന്നുപോയി. ആ സമയത്ത് സ്വർഗത്തിലേക്ക് പോകാൻ കണക്കാക്കപ്പെട്ട മനുഷ്യൻ അള്ളാഹിൻ്റെ അടുത്ത് പറയും, എനിക്കൊരുപാട് ഭക്ഷണം തന്നാണ് നരകത്തിലെത്തുന്നത്, വലിയ സങ്കടമാണ്. അപ്പോൾ അയാളെ കൂടി സ്വർഗത്തിലെത്തിക്കണം റബ്ബേ. ഈ മൂമിൻ്റെ ശഫാഅത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അയാൾ കൂടി സ്വർഗത്തിലെത്തും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ പാചകം ചെയ്ത, നമ്മൾ ചെലവഴിച്ച ഫുഡ് സ്വർഗത്തിലെത്തുന്ന ഒരാളുടെ വയറ്റിലെത്തിയാൽ അതുവഴി നമ്മളും സ്വർഗത്തിലെത്തും. അത്രയും